വീട്ടിൽ വെറുതെ ഇരുന്നപ്പം കുഞ്ഞുങ്ങളെ സിസ്റ്റേഴ്സിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് സർപ്രൈസ് ആയിട്ട് പോയതാണ്. അവരെനിക്ക് തന്നെ സർപ്രൈസ് ചെയ്യുന്നു. കാരണം അപ്പം തന്നെ അവർ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അവരെന്ന് പറഞ്ഞാൽ രണ്ടുപേരും മാത്രമേ പോയിട്ടുള്ളൂ, ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഹോസ്പിറ്റലിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി നോക്കിയപ്പോഴത്തേന് ബാക്കി രണ്ടുപേരും ഉറക്കത്തിലായിരുന്നു. അപ്പം ഞാൻ നോക്കി അവരുടെ ടോയ്സൊക്കെ അവിടെ കിടക്കുന്നു. അപ്പം ഞാൻ കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റി, അപ്പം ജസ്റ്റ് അതൊക്കെ എങ്ങനെയാണെന്നൊക്കെ നോക്കി. അത് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ എനിക്ക് ചോക്ലേറ്റ് ഒക്കെ എടുത്ത് തന്നു. അങ്ങനെ അതൊക്കെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഉറങ്ങി എണീറ്റതേ ഉള്ളായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും അവർ അമ്മയുടെ കൂടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. വർഷത്തിലൊരിക്കലല്ലേ ഇവരെ കാണാൻ പറ്റുമോ, എന്നാൽ പിന്നെ അവരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാന്ന് വെച്ചപ്പോൾ രണ്ടുപേരും ഉറക്കത്തിൻ്റെ ആ ഒരു മൂഡിലിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ലേഹാമാവ കറക്റ്റ് എണീറ്റ് വന്നു. അങ്ങനെ ലേഹാമയുടെ കൂടെ കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നപ്പോൾ കുഞ്ഞാവയും വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞാവയും ഉറക്കത്തിലായിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ അവൾ എണീറ്റായിരുന്നു. അപ്പോഴേക്കും ഉറങ്ങിയവരൊക്കെ എണീറ്റ് സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൂടെ കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ എടുത്തു. ഞാൻ ഫോൺ എടുത്ത് ചുമ്മാ വീഡിയോസൊക്കെ എടുത്തപ്പോഴത്തേന് ഹൈസൂട്ടൻ ഓടി വന്നിട്ടുണ്ടായിരുന്നു. അവൻ ഫോണ് വീഡിയോസൊക്കെ എടുക്കാൻ ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഓടി വന്നിങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അവരുടെ ലാംഗ്വേജിൽ എന്തൊക്കെയോ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ എന്തൊക്കെയോ സന്തോഷം. പുള്ളിക്കാരന് ഇഷ്ടപ്പെട്ട ഉടുപ്പൊക്കെയാണ് കേട്ടോ ഇട്ടേക്കുന്നത്. അങ്ങനെയൊക്കെയുണ്ട് ഹൈസൂട്ടന്. ഇഷ്ടപ്പെട്ട ഉടുപ്പ് മാത്രമേ ഇടത്തുള്ളൂ. വീട്ടിലൊക്കെ ജീൻസൊക്കെയാണ് ആളിടുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് കുഞ്ഞാവ് എണീറ്റ് അങ്ങനെ അതിൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഹൈസൂട്ടൻ അക്ക തന്ന ക്ലിപ്പും സ്ലൈഡും ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി നോക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേന് ഹൈസൂട്ടൻ വന്നു എന്തൊക്കെയോ സംസാരിക്കാൻ വേണ്ടിയിട്ട്. പിന്നാണ് എൻ്റെ അടുത്ത് ഏകദേശം ഒന്ന് കമ്പനിയായി വരുന്നത് കേട്ടോ. പിന്നെ അതൊക്കെ നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് അടുത്ത സിസ്റ്റർ വരുന്നത്, നമ്മുടെ കുഞ്ഞിനുള്ള മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ആ ഡ്രോപ്പറിനകത്ത് തന്നെ ഇങ്ങനെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു സംഭവം കൂടെ അതിനെ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ. അപ്പോൾ അതിങ്ങനെ കാണിച്ചാണ്. പിന്നെ കുഞ്ഞിന് മരുന്നൊക്കെ കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ലേഹാമ്പാവയും ഹൈസൂട്ടനും കൂടെ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുകയും ചാടുകയൊക്കെ ചെയ്യായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ വൈറലായൊരു ട്രെൻഡ് ഉണ്ടല്ലോ, അത് ചെയ്യാമെന്ന് വെച്ചു. പക്ഷേ ആ ഒരു വൈറൽ വീഡിയോ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് ലേറ്റായി പോയിട്ടുണ്ടെന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വീഡിയോ എടുത്തപ്പം എൻ്റെ ഫോണിൽ അത്ര ക്ലിയർ ആയിട്ട് അത് കിട്ടിയിട്ടും ഇല്ലായിരുന്നു. അതാണ് അടുത്തൊരു പ്രശ്നം. ഈ രണ്ട് പ്രശ്നവും ഇഗ്നോർ ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. 3 പേരെയും കൂടെ ഒരുമിച്ചിരുത്തി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ പ്ലാൻ ചെയ്തത്. പക്ഷേ ബാക്കി രണ്ടൊരു അലമ്പായതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റ ഒരാളെ വെച്ചിട്ടാണ്, നമ്മൾ ഹൈസൂട്ടനെ മാത്രം വെച്ചാണ് ചെയ്തത്. പക്ഷേ ഹൈസൂട്ടൻ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ. കാരണം നമ്മൾ ആ വീഡിയോയിലേക്ക് എങ്ങനെയാണോ വരുന്നത് അതേ അവൻ ആ ഒരു എക്സ്പ്രഷനൊക്കെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ കുറേ കഴിഞ്ഞ് രണ്ടുപേരും ബഹളമായപ്പോഴത്തേക്കും രണ്ടുപേരും കൂടെ എടുത്തുകൊണ്ട് നടന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. രണ്ടുപേരും എടുത്തുകൊണ്ട് നടന്നപ്പോൾ രണ്ടുപേരും ഹാപ്പിയായി. പിന്നെ പക്ഷേ ഹൈസൂട്ടൻ്റെ ഹാപ്പിനെസ് കുറച്ച് നേരത്തേക്കിനുള്ളായിരുന്നു. ഞാൻ പോയപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. എന്തു മക്കളെ?